അങ്ങനെ നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് വെച്ച് പറഞ്ഞ പോലെ തന്നെ ഒരു 8:45 ഒരു 7:45 8 മണിയായപ്പോൾ നമ്മൾ പഴനിമല എത്തി കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം വലിയ പ്രശ്നത്തിലായി പോയിരുന്നേ. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് തോന്നുന്നു എന്തോ പ്രത്യേകതയുള്ള ദിവസമായിരുന്നു തോന്നുന്നു, കാർത്തികയോ അങ്ങനെ എന്തോ ആയിരുന്നു. കാരണം അന്യായ തിരക്കായിരുന്നു, റൂമുകളൊന്നും വേക്കൻ്റ് അല്ലായിരുന്നു. അത് മാത്രമല്ല നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ലോഡ്ജിലാണെങ്കിലും സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി അതുമല്ല, ഒരു ലോഡ്ജിൽ പോലും AC റൂം അവൈലബിൾ അല്ല. പിന്നെ നമ്മൾ സ്ഥിരമായി എടുക്കുന്ന ലോഡ്ജിൽ തന്നെ ഒരു 2 പൊട്ട മുറി എടുത്തു. പറയാതിരിക്കാൻ പറ്റില്ല, വലിയ സുഖമൊന്നും ഉണ്ടായില്ല. പിന്നെ ഒരു ദിവസത്തെ കാര്യമല്ലേ എന്ന് വിചാരിച്ചു. സാധാരണ ഈ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ മലയുടെ മേളിൽ അവിടുന്ന്, അതായത് സന്നിധാനമാണ്, മലയുടെ മേളിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ നിന്ന് കഴിക്കുന്ന ചോറില്ല, അതായിരുന്നു കഴിക്കുന്നത്. ചില സമയങ്ങളിൽ മാത്രമാണെങ്കിൽ പുറത്തുനിന്ന് കഴിക്കേണ്ടി വരുന്നത്. എന്നാൽ പോലും ഈ കുറേ ആയിട്ട് നമ്മൾ അമ്പലത്തിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അതെനിക്ക് നല്ല മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും പുറത്തുനിന്ന് കഴിക്കുന്നത്, എന്നാൽ പിന്നെ വെജിറ്റബിൾ ബിരിയാണി കഴിക്കാമെന്ന് കരുതി. കാരണം എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടുന്ന് ഞാൻ അങ്ങനെ ബിരിയാണി കഴിച്ചിട്ടില്ല. ഈ വെജിറ്റബിൾ ബിരിയാണി ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു പ്രദേശത്തിലെ പൊട്ടയായിരിക്കും എന്നുള്ളൊരു ധാരണയിലാണ് വാങ്ങിയതെങ്കിലും ഞങ്ങളെ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് ബിരിയാണി അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞപ്പോൾ ഒരു സൂപ്പറായിരുന്നു കേട്ടോ. കാരണം അതിൽ ചിക്കൻ ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എക്സാക്റ്റ് ചിക്കൻ ബിരിയാണിയുടെ രുചി, കറക്റ്റ് ഇവരുടെ ആ ഒരു ബിരിയാണിക്കുള്ള രുചിയില്ല, ആ ഒരു ഫ്ലേവർ, അതെല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ പിന്നെ കുറച്ചല്ലേ കഴിക്കുള്ളൂ, ബാക്കി ശങ്കുവിന് കൊടുത്തു. കുറച്ച് ശങ്കുവിന് കൊടുത്തു, കാരണം കുറച്ച് എമൗണ്ട് ആ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സാധാരണ കടകളിലെ പോലെ കുറേ ചോറൊന്നും ഉണ്ടായില്ല, വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അധികം പൈസ ഇല്ല, 80 രൂപ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ അതെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ തന്നെ വളക്കടയിലോട്ട് കയറി. വളക്കടയിൽ കയറി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്നതല്ല, ഞങ്ങൾ ഓരോ അരിമണിയും പെറുക്കും. ഞങ്ങളല്ല, ഈ ചിന്നു ഓരോ അരിമണിയും പെറുക്കും. ഓരോ കടകളിലും കയറി ഓരോ വള നോക്കി അങ്ങനെ ഏതൊക്കെയോ കുറേ വളകളൊക്കെ വാങ്ങി കേട്ടോ. അങ്ങനെ എനിക്കാണെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ജിമുക്ക് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് ജിമുക്കൊന്നും അങ്ങനെ പൊതുവേ ഇല്ല. അപ്പം ഞാൻ പിന്നെ പൊതുവെ ഇടത്തുമില്ല. ഇപ്പം എൻ്റെ കയ്യിൽ കിടക്കുന്ന കുപ്പികൾ വരെ ചിന്നുവിൻ്റെയാണ്, ജിമുക്കും ഒക്കെ ചിന്നുവിൻ്റെ തന്നെ കാതി കിടക്കുന്നത്. അപ്പം എന്നാലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് 1-2 നോക്കി. പക്ഷെ ഞാൻ എടുത്തില്ല കേട്ടോ, വെറുതെ എന്തിനാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തില്ല. പിന്നെ 1 ചിന്നുവിന് വാങ്ങിക്കൊടുത്തു. പുള്ളിക്കാരിയാണല്ലോ സ്ഥിരമായിട്ട് ഇടുന്നതെന്ന് വെച്ചിട്ട് പുള്ളിക്കാരിക്ക് വാങ്ങിച്ചു കൊടുത്തു. അത്യാവശ്യം ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വളയെല്ലാം നോക്കി അവരെയൊക്കെ വട്ട് പിടിപ്പിച്ചിട്ട് ഒന്നത്തെ കാര്യം ഒരു ഐഡിയ കിട്ടുന്നില്ല ഏത് വാങ്ങിക്കുമെന്ന് വെച്ചാൽ. നല്ല ക്ഷീണിച്ച് നല്ല വിഷമിച്ച് കണ്ണനോട്ട് ഞങ്ങളോട് വന്നുമില്ല. അവൻ റൂമിൽ പോയി വല്ല ഫോണും നോക്കി ഇരിക്കുമായിരിക്കും തോന്നുന്നു, അറിയില്ല എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ ഈ കമ്മലെല്ലാം നോക്കിയെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഞാൻ നോക്കിയതൊരു ബ്ലൂ ആയിരുന്നു, അതെനിക്ക് കിട്ടാത്തതുകൊണ്ട് ആ വിഷമത്തിൽ ഞങ്ങൾ അടുത്ത കുറേ കടകളിൽ കയറി നടന്നില്ല. പിന്നെ നേരെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിലോട്ടാണ് കേട്ടോ ഇനി പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.